എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വയോധികയെ ഭർത്താവും ബന്ധുവും ചേർന്ന് ഉപേക്ഷിച്ചു. ആലപ്പുഴ സ്വദേശിനിയായ വയോധികയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് ഇവിടെ തള്ളിയത്. രാവിലെ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തനിച്ചിരുന്ന് ഇവരെ കണ്ട് സംശയം തോന്നിയ KSRTC ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി വയോധികയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. നിതിൻ സേവ്യർ വിവരങ്ങളുമായുണ്ട്. നിതിൻ, ഏറ്റവും വിശ്വസ്ത മനുഷ്യരാണ് ഇങ്ങനെ പറ്റിച്ചുപേക്ഷിച്ചത്. ഇപ്പോഴെവിടെയാണ് ഈ അമ്മയുള്ളത്? ആശുപത്രിയിലാണോ? ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? മധു, അതായത് വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതായത് തീരെ വയോധികയായ, സംസാരിക്കാൻ പോലും ശരിക്കും സാധിക്കാത്ത ഒരു വൃദ്ധയാണ് ഇത്തരത്തിൽ ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയാണ് ഈ വൃദ്ധ. ഇവരെയാണ് ഭർത്താവും ഒപ്പം തന്നെ സഹോദരിയുടെ മകൻ്റെ പേര് അവർ കൃത്യമായി പറയുന്നുണ്ട്, മനേഷ് എന്നാണ് ആ പേര്. ഇവർ രണ്ടുപേരും രാവിലെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവരെ ഇരുത്തുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും പോവുകയായിരുന്നു. നാളെ രാവിലെ തിരികെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞാണ് ഇവർ പോയത് എന്ന് ഈ അമ്മ നമ്മളോട് പറയുന്നുണ്ട്. ഈ പോലീസുകാർ പിന്നീടെത്തി. ആദ്യം അവിടെ ഉണ്ടായിരുന്ന രാവിലെ മുതൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലുള്ള ആളാണ്, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ആദ്യം കാണുന്നത്. പിന്നീട് അവിടെയുള്ള ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുബൈറിനെ അറിയിക്കുന്നു. സുബൈറാണ് പോലീസിനെ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നിലമ്പൂർക്ക് പോകാനായി വന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഈ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. അങ്ങനെ ആദ്യം പോലീസ് വരുന്നു. പോലീസ് വന്ന ശേഷം വനിതാ സ്റ്റേഷനിൽ അറിയിക്കുന്നു. വനിതാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങോട്ടേക്ക് വന്നിപ്പോൾ അമ്മയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴിയെടുത്ത ശേഷം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് വന്ന് കൊണ്ടുപോകുമ്പോഴും അവർ പോലീസിനൊപ്പം പോകാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ഭർത്താവ് തന്നോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. തിരികെ വന്ന് കൊണ്ടുപോകുമെന്ന് തൻ്റെ ഭർത്താവ് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഭർത്താവ് ഇപ്പോഴും തന്നെ കൊണ്ടുപോകാനായി വരുമെന്ന് കാത്തിരിക്കുകയാണ് ഈ വയോധിക. സംസാരിക്കാൻ പോലും കഴിയുന്നതിലധികം പ്രായാധിക്യം ബാധിച്ച ഒരു അമ്മയാണ്. ഇപ്പോഴും അവരൊക്കെ വരും എന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് KSRTC ജീവനക്കാർ അങ്ങനെ ഒരു സംശയം തോന്നി പരിശോധിച്ചത്.